പിന്നെ ഞങ്ങൾ സീസ്കുട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. കുഴപ്പമൊന്നുമില്ല. അവരോടൊക്കെ മൂത്രം ഒഴിച്ചിട്ടാണ് പോയത്. വിചാരിച്ചു ഇനി മൂത്രമൊന്നും ഒഴിക്കില്ല എന്ന് വെച്ചാൽ ആ ഗ്ലാസിൻ്റെ അവിടെ പോയിട്ട് അവൻ ചീച്ചു പിടിച്ചു. അപ്പോൾ അവൻ്റെ നഖം ഒന്ന് വെട്ടണമായിരുന്നു. പിന്നെ സ്പോട്ട് ഓൺ ചെയ്യണം. ചെറിയ ചെറിയ പ്രാണി അവൻ്റെ മേത്ത് ഞങ്ങൾ ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്പോട്ട് ഓണും ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ ഇടയ്ക്ക് അവൻ ഇടത് ചെവി ഒന്നിങ്ങനെ ചൊറിയണുണ്ട്. അപ്പോൾ അതും എന്താണെന്നൊന്നും അറിയാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കൊണ്ടുപോയതാണ്. അവന് കല്യാണ വീട്ടിലേക്ക് ഓടിക്കയറുന്ന പോലെയാണ് ഓടിക്കയറാറ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും അറിയിക്കും, ദേ ഞാൻ വന്നു കേട്ടോ എന്നും പറഞ്ഞു. അവിടെ ഏതെങ്കിലും ഡോഗ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ ഭയങ്കര കുറയാണ്. അവർ പക്ഷേ മിണ്ടുമൊന്നുമില്ല കേട്ടോ, മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. ഇവനാണ് എല്ലാവരും അറിയിക്കണത്, ഞാൻ ദേ ഇവിടെ വന്നു, എന്നെ കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ആ സീറ്റിൽ പോയി ഇരിക്കാറില്ല. അവിടെ ഏതെങ്കിലും ഡോഗുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ഇരിക്കാറില്ല. ഞാൻ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും, നിർത്തൂല. പക്ഷെ അവരൊന്നും കുറയ്ക്കണ ഞാൻ കണ്ടിട്ടില്ല. ഇവൻ മാത്രം ഇങ്ങനെ കുറയ്ക്കണ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ അകത്തേക്ക് കയറിയില്ല. അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുക, അവൻ്റെ ടോക്കൺ നമ്പർ ആവാൻ വേണ്ടി. അവിടെ ഒരു വൈറ്റ് കളർ കണ്ടുകൊണ്ട് ഭയങ്കര കുര. അത് പാവം ഒന്നും മിണ്ടണില്ല. നോക്കിക്കൊണ്ടിരിക്കുക അവിടെ. അതിപ്പോൾ അവൻ്റെ ടേണായി. ഫസ്റ്റ് അവൻ്റെ നഖം വെട്ടലാണ്. കോളർ ഇടണോ മാസ്ക് ഇടണോ എന്നറിയില്ല. അപ്പോൾ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഇടണം, അല്ലെങ്കിൽ അവൻ കടിക്കാൻ സാധ്യതയുണ്ട്. ഭയങ്കര പേടിയാണ് അവന്. ആ ടേബിളിൽ കയറ്റി നിർത്തുമ്പോൾ തന്നെ അവന് പേടിയാണ്. ഇപ്പോൾ ആ പയ്യൻ മാസ്ക് ഇടാമെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ മാസ്ക് എടുത്തു. അവന് പറ്റിയ മാസ്ക് നോക്കാൻ ഒതുങ്ങിന്നാൽ മതി. അവനൊന്നും വെയിറ്റിങ്ങിലാണ്. മാസ്ക് ഇടാൻ വേണ്ടി സമ്മതിക്കണില്ല. ഓക്കെ, ശരിയായി. ഫസ്റ്റ് നഖം വെട്ടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നഖം വെട്ടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പോട്ട് ഓൺ ചെയ്യണേ. ഉണ്ടോ, സമ്മതിക്കണില്ല. നമ്മളൊന്നും പിടിച്ചാൽ നിൽക്കൂല. വേണ്ട, ഭയങ്കര പേടിയവന്. അവിടുത്തെ രണ്ട് പയ്യന്മാരത്, അവർക്ക് പിന്നെ അതിൻ്റെ നെയ്ക്ക് അറിയാലോ, എങ്ങനെ പിടിക്കണം, എങ്ങനെ പിടിച്ചാലാണ് അങ്ങാതെ നിൽക്കണേ. അവിടെ നെയില് കട്ട് ചെയ്യാം. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷനാണ്. കിട്ടുമ്പോൾ ഇത്ര വേദനയുണ്ട്. എന്താ ചെയ്യാൻ പോണേ? കയ്യിൽ പിടിക്കാൻ സമ്മതിക്കൂല, കാലുമ്മ തൊടാൻ സമ്മതിക്കൂല. നഖം വെട്ടിക്കൊണ്ടിരിക്കാം. വീട്ടിൽ നഖം വെട്ടാൻ ഞങ്ങൾക്ക് ഒരു പേടിഞ്ഞ് വല്ല കട്ട് ചെയ്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ ബ്ലഡ് വരുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി. എന്താ അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ എന്തായാലും കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ 100 രൂപ മറ്റോ അവരെടുക്കണുള്ളൂ. പിന്നെ കട്ട് ചെയ്യാൻ കട്ടും ചെയ്യും, ഗ്രൈൻഡും ചെയ്യും. പിന്നെ ഈ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ നമ്മുടെ കാലുമ്മയൊക്കെ അത് നഖം ഇങ്ങനെ കൊള്ളണുണ്ട്. വടക്കാവും കിടന്ന് വേദന എടുക്കണ പോലെ ഇരുന്ന് കാണിക്കണണ്ട. നമ്മളിവിടെ പെറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ കാക്കനാട് ഹോസ്പിറ്റലാണ് നമ്മളിങ്ങനെ കാണിക്കണേ. അതൊരു 3 മാസമൊക്കെ ആയപ്പോൾ തുടങ്ങി ഞങ്ങൾ കാണിക്കാൻ തുടങ്ങി. വാക്സിനേഷനാണ് ഞങ്ങൾ ആദ്യമൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അവൻ്റെ ചെവിയുടെ കാര്യവും ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഡോക്ടർ ചെവിയുടെ ഇത് എടുക്കണം എന്നും പറഞ്ഞായിരുന്നത്. എന്നാൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, വെള്ളം കയറിയ ഇൻഫെക്ഷൻ ആവുന്നു. സമ്മതിക്കാം. അവനത് കിടത്തിയാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നഖം വെട്ടി ചെയ്യാൻ സമ്മതിക്കണേ ഇല്ല. 3 പേരിപ്പോൾ കൂടി. ഇത് 2 പേരുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 3 പേരായി. ഭയങ്കര ബലം പിടുത്തമാണ്. അതിപ്പോൾ ഡോക്ടർ വന്നു ചെവിയിൽ അവൻ്റെ അത് എടുക്കണം. അടുത്ത ചെവിയാണ് അവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മരുന്ന് എന്തെങ്കിലും കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം മാസ്ക് ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവൻ കടിക്കണ ഒരു സ്വഭാവം കഴിഞ്ഞു. അവൻ്റെ പുറത്തേക്ക് ഇറക്കി ഞങ്ങൾ നിർത്തിയേക്കാണ്ട്. ഇപ്പം
ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിക്കണം. അവൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ചത്തേക്ക് മരുന്ന് തന്നേക്കാം. എല്ലാം കഴിഞ്ഞ് അവനെ പുറത്തേക്ക് ഇറക്കി. അവിടെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണത് അവൻ നോക്കിക്കൊണ്ടിരിക്കും.